ക്ഷയക്ഷേകാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ആത്മോപദേശശതകത്തിലെ 9ാമത്തെ പദ്യത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ആ പദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. ഇരുപുറവും വരുമാറവസ്ഥയപ്പൂത്തൊരു പൊടി വന്നു പടർന്നുയർന്നുമേവും തരിവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനുവരാ നരകം നനച്ചിടേണം. ഇതാണ് 9ാമത്തെ പദ്യം. ആ വ്യാഖ്യാനത്തിൽ കുറച്ചു ദൂരം നമ്മൾ മുമ്പോട്ട് പോയി. കഴിഞ്ഞ മാസം അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ആരംഭിക്കാം. മനസ്സേന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപഃ. ഈ പദ്യത്തിൽ തരിവിനടിക്ക് തപസ് ചെയ്തു വാഴും നരനുവരാ നരകം നനച്ചിടേണം. തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പർവ്വത ഗുഹകളിലോ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിലോ കണ്ണുമടച്ച് ഇങ്ങനെ ദീർഘനേരം ഇരിക്കുന്നതാണ് തപസ് എന്നാണ് പൊതുവെ നമ്മുടെ ധാരണ. ഇവിടെ ശങ്കര ഭഗവത്പാദർ അതല്ല പറയുന്നത്. മനസ്സശ്ച ഇന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപഃ. മനസ്സിൻ്റെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയാണ് പരമമായ തപസ്. മനസ്സിൻ്റെ ഏകാഗ്രത. മനസ്സ് ഏകാഗ്രമാകണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഉപശമിക്കണം. ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നവയാണെങ്കിൽ അവ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് ഭംഗമുണ്ടാക്കും. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രമായ ബ്രഹ്മനിഷ്ഠയാണ് ഏറ്റവും വലിയ തപസ്. എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മമല്ലാതെ അല്ലെങ്കിൽ പരമാത്മാവല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ള ഉറപ്പ്, ആ ഉറപ്പിൽ ഇന്ദ്രിയങ്ങളും മനസ്സും നിശ്ചലമായി തീരുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ തപസ്. സാധനാനുഷ്ഠാനങ്ങളും അനുഭൂതി ദശകളും ക്രമമായി വിവരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രസ്തുത പദ്യത്തിന് മേൽ നൽകിയ അർത്ഥമാണ് അത്യന്തം സന്ദർഭോചിതമായി തോന്നുന്നത്. ഇത് ബാലകൃഷ്ണൻ സാറിൻ്റെ അഭിപ്രായമാണ്. സാധനാനുഷ്ഠാനങ്ങളും അനുഭൂതി ദശകളും ഒക്കെ ക്രമമായി വിവരിക്കുന്ന സന്ദർഭമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 9ാമത്തെ പദ്യത്തിന് മുകളിൽ പറഞ്ഞ അർത്ഥം, അതായത് ശ്രീശങ്കര ഭഗവത്പാദരുടെ ഈ ശ്ലോകം, ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതാണ് കൂടുതലായി സന്ദർഭത്തിന് യോജിക്കുന്നത് എന്നാണ് സാറ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മറ്റു ചിലർ ഈ പദ്യത്തിലെ തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം, മരം എന്നർത്ഥം. മറ്റു ചിലർ ഈ പദ്യത്തിലെ തരു പ്രപഞ്ചമാണെന്നും വേദമാണെന്നും ഒക്കെ അർത്ഥകൽപ്പന ചെയ്തു കാണുന്നു. ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് ഈ ആത്മോപദേശ ശതകത്തിന്. തരു എന്നുള്ള എന്ന വാക്കിൻ്റെ വാക്യാർത്ഥത്തിലാണ് പലരും അതിനെ കാണുന്നത്. അതായത് വൃക്ഷം എന്നുള്ള പ്രപഞ്ചത്തെ തന്നെ വൃക്ഷമായി പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വേദങ്ങളെയാണ് ഇവിടെ വൃക്ഷമായി പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. പ്രപഞ്ചവൃക്ഷത്തിൽ പടരുന്ന കൊടിയാണ് മായ. കൊടി എന്ന് പറഞ്ഞാൽ വള്ളി, ലത എന്നാണ് അർത്ഥം. പ്രപഞ്ചമാകുന്ന മരത്തിൽ പടരുന്ന ലതയാണ് മായ. 6 അവസ്ഥകളാണ് ജനനം, സ്ഥിതി, വർദ്ധനം, പരിണാമം, ക്ഷയം, നാശം എന്നീ ഷഡ്വികാരങ്ങൾ. ജഡത്തിൻ്റെ 6 ഘട്ടങ്ങളാണ് ഈ പറയപ്പെട്ടവ. ജനനം, ജഡം ജനിക്കുന്നതായി തോന്നുന്നു. അല്പകാലം അത് നിലനിൽക്കുന്നതായി തോന്നുന്നു. അത് കഴിഞ്ഞ് അത് വളരുന്നു, വർദ്ധിക്കുന്നു. പിന്നെ ആ ജഡത്തിൽ പലതരത്തിലുള്ള പരിണാമങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് അത് ക്ഷയിക്കാൻ ആരംഭിക്കുന്നു, അവസാനം നശിക്കുന്നു. ഏത് ജഡത്തിൻ്റെയും 6 അവസ്ഥകളാണ് ഈ പറഞ്ഞവ. ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിനും ഈ
6 അവസ്ഥകളുണ്ട്. കാരണം പ്രപഞ്ചം ജഡാത്മകമാണ്. ബോധത്തിലാണ് അല്ലെങ്കിൽ ബ്രഹ്മത്തിലാണ് പ്രപഞ്ചം കാണപ്പെടുന്നത് എങ്കിലും പ്രപഞ്ചത്തിൽ നാം കാണുന്നതെല്ലാം ജഡപദാർത്ഥങ്ങളാണ്. ജീവികൾ എന്ന് നമ്മൾ പറയുന്നവയുടെ ശരീരത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ജീവനെ അല്ലെങ്കിൽ പ്രാണനെ നാം കാണുന്നില്ല. അപ്പോൾ നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ എപ്പോഴും ജഡങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയെ കാണുമ്പോൾ വ്യക്തിയുടെ ശരീരത്തിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അയാളുടെ ഉള്ളിലുള്ള ജീവചൈതന്യത്തെയോ പ്രാണനെയോ ഒന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ ജഡാത്മകമാണ്. ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ സത്യാന്വേഷിയായി തപസ്സിലേർപ്പെടുന്ന മനുഷ്യന് നരകം അനുഭവിക്കേണ്ടി വരുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ നമ്മളൊക്കെ വന്നുപെട്ടു. ശരിക്കും നമ്മൾ ഇവിടെ വന്ന് അകപ്പെടുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടാൻ നോക്കണം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ജീവന്മാരെ അടച്ചിട്ടുള്ള ഒരു കാരാഗൃഹമാണ്, ഒരു ജയിലാണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല. ഇവിടെ നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നവരാണ് എന്നാണ് പലരുടെയും വിചാരം. ഈ ധാരണ തന്നെയാണ് അജ്ഞത അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയപ്പെടുന്നത്. സത്യത്തെ അന്വേഷിച്ചുകൊണ്ട് സദാ ബ്രഹ്മചിന്തനത്തിൽ ഏർപ്പെടുന്ന മനുഷ്യന് നരകം അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇവിടെ നരകമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വിപരീതപദമായ നരകം, ദുഃഖങ്ങളും യാതനകളും മാത്രം നിറഞ്ഞ ഒരു ലോകം എന്നാണ് നരകത്തെക്കുറിച്ച് മനുഷ്യരുടെ സങ്കല്പം. അതല്ല ഇവിടെ. നരകമെന്ന് പറഞ്ഞാൽ ദുഃഖം, മനസ്സിൻ്റെ അസ്വസ്ഥത, വിഷമം, അസ്വാസ്ഥ്യം എന്നർത്ഥം. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് പിടയുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ നരകത്തിലാണ് കഴിയുന്നത്. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നുവോ അപ്പോൾ നമ്മൾ സ്വർഗത്തിലുമാണ് കഴിയുക. അപ്പോൾ ഇവിടെ നരനു വരാ നരകം നനച്ചിടേണം എന്ന് പറഞ്ഞാൽ സദാ ബ്രഹ്മത്തെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് അനുധാവനം ചെയ്യുന്ന മനുഷ്യന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് അർത്ഥം പറയുന്നത്. ഇവിടെ സൃഷ്ടിയും പ്രളയവുമാണ് പ്രപഞ്ചവൃക്ഷത്തിൻ്റെ ഇരുപുറങ്ങൾ. ഇരുപുറവും വരുമാർ അവസ്ഥയെ പൂത്തൊരു പൊടി വന്നു പടർന്നുയർന്നുമേവും. ഇരുപുറം, പ്രപഞ്ചത്തിൻ്റെ ഇരുപുറവും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവൃക്ഷത്തിൻ്റെ ഇരുപുറങ്ങൾ. അതേതൊക്കെയാണ്? സൃഷ്ടിയും പ്രളയവും. സൃഷ്ടിയും സംഹാരവും എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവിടെ വാസ്തവത്തിൽ ഒന്നും സംഹരിക്കപ്പെടുന്നില്ല, ഒന്നും നശിക്കുന്നില്ല. പ്രത്യക്ഷപ്പെടുന്നു, മറഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ. നാശം, സംഹാരം എന്നുള്ള വാക്കിന് പ്രസക്തിയേയില്ല. പ്രപഞ്ചം ഉള്ളതുപോലെ തോന്നുന്നു, അതാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. പ്രപഞ്ചാനുഭവം ഇല്ലാതാവുന്നു, അത് പ്രപഞ്ചത്തിൻ്റെ നാശം അല്ലെങ്കിൽ സംഹാരം. ഈ സൃഷ്ടിയും പ്രളയവുമാണ് പ്രപഞ്ചവൃക്ഷത്തിൻ്റെ ഇരുപുറങ്ങൾ. വേദമാണ് വൃക്ഷം എന്നർത്ഥം പറയുന്നവർക്ക് കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവുമാണ് ഇരുപുറങ്ങൾ. വേദത്തെയാണ് ഇവിടെ വൃക്ഷം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നവർ വേദത്തിൻ്റെ 2 ഭാഗങ്ങളുണ്ട്, പൂർവഭാഗവും ഉത്തരഭാഗവും. പൂർവഭാഗം കർമ്മകാണ്ഡം, യാഗയജ്ഞാദികളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. എങ്ങനെയാണ് ഓരോ യാഗവും ചെയ്യേണ്ടത്, അതിന് ഹോമകുണ്ടത്തിന് എത്ര നീളം വേണം, എത്ര വീതി വേണം, എത്ര ആഴം വേണം, എത്ര ഋത്തുക്കുകൾ വേണം, എന്തൊക്കെ ഹോമദ്രവ്യങ്ങൾ വേണം, എത്ര ദിവസം കൊണ്ടാണ് ആ ഹോമം അല്ലെങ്കിൽ യാഗം പൂർത്തിയാക്കേണ്ടത്, ഇങ്ങനെ ആ യാഗത്തിൽ ജപിക്കേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ യാഗയജ്ഞാദികളെക്കുറിച്ചുള്ള വിവരണമാണ് പ്രധാനമായും കർമ്മകാണ്ഡത്തിൽ. ജ്ഞാനകാണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉത്തരഭാഗം അത് ഉപനിഷത്തുകളാണ്. അവിടെ കർമ്മത്തെക്കുറിച്ച് ഒന്നും പ്രതിപാദിക്കുന്നില്ല. ആത്മാവ് എന്നൊരു സത്യമുണ്ട്, അതിനെ എങ്ങനെയാണ് നേടേണ്ടത്, സാക്ഷാത്കരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ജ്ഞാനകാണ്ഡത്തിലെ ചർച്ചാ വിഷയം. ഇപ്പോൾ വേദത്തെയാണ് വൃക്ഷം എന്നിവിടെ പറയുന്നത് എന്നഭിപ്രായപ്പെടുന്നവർക്ക് കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവുമാണ് ഈ വേദവൃക്ഷത്തിൻ്റെ ഇരുപുറങ്ങൾ.
ഇനി ബ്രഹ്മവിദ്യയാണ് വേദവൃക്ഷത്തെ ചുറ്റിപ്പടരുന്ന കൊടി. ഈ മരത്തിൽ ഒരു ലത അല്ലെങ്കിൽ വള്ളി പടരുന്നത് പോലെ പടർന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മവിദ്യ അഥവാ ആത്മജ്ഞാനം. വേദങ്ങളിൽ മുഴുവനും പറയപ്പെടുന്നത് ആത്മജ്ഞാനമാണ്. അല്ല, കർമ്മകാണ്ഡ ഭാഗത്തിൽ ആത്മാവിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, ഉപനിഷത്തുകളിൽ മാത്രമല്ലേ പറയപ്പെടുന്നുള്ളൂ എന്നൊരാൾ സംശയം ഉന്നയിച്ചാൽ, കർമ്മങ്ങൾ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് വേദങ്ങൾ വിധിച്ചിരിക്കുന്നത്. മനസ്സിനെ ശുദ്ധമാക്കാതെ തത്വജ്ഞാനം അഥവാ തത്വവിചാരം സാധ്യമല്ല. അപ്പോൾ മനസ്സിനെ പവിത്രമാക്കി തീർക്കണം, അതിനാണ് വൈദിക കർമ്മങ്ങൾ. അപ്പോൾ കർമ്മകാണ്ഡത്തിൽ പറയപ്പെടുന്ന കർമ്മങ്ങൾ നേരിട്ട് ജ്ഞാനത്തിന് കാരണമായില്ലെങ്കിലും വളഞ്ഞ വഴി, അതായത് നേരിട്ടല്ലാതെ അവ ജ്ഞാനത്തിന് കാരണമാകുന്നു. കർമാചരണത്തിലൂടെ ചിത്തശുദ്ധി, ശുദ്ധമായ ചിത്തം ഉപയോഗിച്ച് തത്വവിചാരം, തത്വവിചാരത്തിലൂടെ ജ്ഞാനപ്രാപ്തി അല്ലെങ്കിൽ മോക്ഷം, ഇങ്ങനെയാണ് ക്രമം. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് തന്നെയാണ് വേദങ്ങളിൽ ആദ്യന്തം പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വേദത്തെയാണ് ഇവിടെ മരം എന്ന് വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മരത്തിൽ ചുറ്റിപ്പടർന്നിരിക്കുന്ന വള്ളി ഏതാണ് എന്ന് ചോദിച്ചാൽ ബ്രഹ്മവിദ്യ അഥവാ ആത്മജ്ഞാനം. വേദങ്ങൾക്ക് 6 അംഗങ്ങളുണ്ട്. അതിനെയാണ് 6 അവസ്ഥകൾ എന്ന് ഈ പദ്യത്തിൽ പറയുന്നത്. ഇരുപുറവും വരും 6 അവസ്ഥയെ പൂത്തൊരു കൊടി വന്ന്. വേദങ്ങളുടെ ഉപവിഭാഗങ്ങളല്ല, വേദങ്ങളുടെ അർത്ഥം വേണ്ടവണ്ണം മനസ്സിലാക്കാൻ വേദ അംഗങ്ങളെ അധ്യയനം ചെയ്യേണ്ടതുണ്ട്. വേദാംഗങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ വേദങ്ങളിലുള്ള സൂക്ഷ്മാർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വേദ അംഗങ്ങൾ അവ എണ്ണത്തിൽ 6ആണ്. ആ 6നെയാണ് 6 അവസ്ഥകൾ എന്ന് ഗുരുദേവൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് വേദാംഗങ്ങൾ? ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം. ഇവയാണ് വേദാംഗങ്ങൾ. ചുരുക്കി പറയാം, ശിക്ഷ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ് ശിക്ഷ. വ്യാകരണം എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ അർത്ഥത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഗ്രാമർ എന്നർത്ഥം. വൈദിക വ്യാകരണമുണ്ട്, ലൗകിക വ്യാകരണമുണ്ട്. ലൗകിക സംസ്കൃതം എന്ന് പറഞ്ഞാൽ കാവ്യങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും അതൊക്കെ മനസ്സിലാക്കാൻ സാധാരണ വ്യാകരണം മതിയാകും. എന്നാൽ വേദമന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ഈ വ്യാകരണം, അതായത് വൈദിക വാക്കുകൾ, വേദങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള വാക്കുകളുടെ അർത്ഥത്തെ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത് എന്നുള്ള കാര്യം പറയുന്നതാണ് വ്യാകരണം എന്നുള്ളത്. അപ്പോൾ ആ വ്യാകരണം ഒരു വേദാംഗമാണ്. പിന്നെ ഛന്ദസ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വൃത്തം എന്ന് പറയത്തില്ലേ, കാവളി, മഞ്ചരി, ശാർദൂല വിക്രീഡിതം, വസന്തതിലകം, ഇങ്ങനെ മീറ്റർ എന്നർത്ഥം. ഇംഗ്ലീഷിൽ മീറ്റർ 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ എന്നുള്ളത് അതല്ല. മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതി, ചൊല്ലുന്ന രീതി, വൃത്തം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഛന്ദസ്സുകളെ കുറിച്ചുള്ള ശാസ്ത്രമാണ് ഛന്ദസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ നിരുക്തം. നിരുക്തം എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന വാക്കുകൾ എങ്ങനെയാണ് ഉദ്ഭവിച്ചത്, സംസ്കൃത ഭാഷയിൽ എങ്ങനെയാണ് ആ വാക്കുകൾ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് നിരുക്തം. അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ എറ്റിമോളജി എന്ന് പറയാം. പിന്നെ ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറയുന്നത് അസ്ട്രോളജി. വാസ്തവത്തിൽ ഈ ജ്യോതിഷം എന്ന ശാസ്ത്രം രൂപപ്പെട്ടത് മനുഷ്യരുടെ ഭാവി പ്രവചിക്കാൻ വേണ്ടിയല്ല. ശരിക്കും ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് യാഗങ്ങളും യജ്ഞങ്ങളും മറ്റും ആരംഭിക്കാനുള്ള ശുഭമുഹൂർത്തം നിശ്ചയിക്കാനാണ്. അതിനെ കാലക്രമത്തിൽ മനുഷ്യർ ഭാവി പ്രവചിക്കാനുള്ള ഒരു ശാസ്ത്രമാക്കി മാറ്റി. വാസ്തവത്തിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് അതിനു വേണ്ടി രൂപപ്പെട്ടതല്ല. ഒരു യാഗം അല്ലെങ്കിൽ യജ്ഞം
പല ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ യാഗം എപ്പോഴാണ് തുടങ്ങേണ്ടത്, അതിനൊരു ശുഭമുഹൂർത്തം നിശ്ചയിക്കാൻ വേണ്ടി അതിനുള്ള ഗ്രഹനിലയും മറ്റും അതിനു വേണ്ടിയാണ് ഈ ജ്യോതിശാസ്ത്രം ആദ്യമായി രൂപപ്പെടുത്തപ്പെട്ടത്. അതിനെ കാലക്രമത്തിൽ ഈ ജ്യോതിഷികൾ എന്ത് ചെയ്തു? ഗ്രഹനിലയും മറ്റും വെച്ചുകൊണ്ട്, ജനിച്ച സമയം അതൊക്കെ വെച്ചുകൊണ്ട് ഒരാളുടെ ജീവിതത്തിലെ സംഭവങ്ങൾ, അയാളുടെ ഭാവി എന്തൊക്കെയായിരിക്കും, ഇതൊക്കെ പ്രവചിക്കാൻ വേണ്ടി അതിനെ ഉപയോഗിച്ചു. അത്രയേ ഉള്ളൂ. പക്ഷേ ജ്യോതിശാസ്ത്രം അതിനു വേണ്ടി രൂപപ്പെടുത്തപ്പെട്ട ഒന്നല്ല. കൽപ്പം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പൂജാവിധികളെ വിവരിക്കുന്ന ശാസ്ത്രമാണ് കൽപ്പശാസ്ത്രം. ഓരോ ദേവനെയും എങ്ങനെയാണ് പൂജിക്കേണ്ടത്, അർച്ചിക്കേണ്ടത്, അതിനുള്ള മന്ത്രങ്ങൾ എന്താണ്, പൂജാ പുഷ്പങ്ങൾ ഏതൊക്കെയാവണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് വിവരിക്കുന്ന ശാസ്ത്രമാണ് കൽപ്പം. അപ്പോൾ ഈ 6 എണ്ണമാണ് വേദ അംഗങ്ങൾ: ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം. ഈ 6 വേദ അംഗങ്ങളെയാണ് 6 അവസ്ഥകൾ എന്ന് ഈ പദ്യത്തിൽ ഗുരുദേവൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള വേദവൃക്ഷത്തെ സമാശ്രയിച്ച് സത്യബുദ്ധിയോടെ തപസ്സിൽ ഏർപ്പെടുന്നവന് ദുഃഖിക്കേണ്ടി വരുന്നില്ല. നരനുവരാ നരകം നനച്ചിടേണം എന്ന് പറയുന്നതിന് അയാൾ നരകത്തിൽ പോവില്ല. നരകം എന്നൊരു ലോകമുണ്ട്, മരിച്ചതിന് ശേഷം പാപികൾ ചെന്നെത്തുന്ന ഒരു ലോകമാണ്, അങ്ങനെയുള്ള അർത്ഥത്തിനൊന്നും പോണ്ട. മനുഷ്യർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. എങ്ങനെയുള്ള മനുഷ്യർക്ക്? സദാ സത്യബുദ്ധിയോടുകൂടി ഈ ആത്മാവിനെ ബുദ്ധി കൊണ്ട് പിന്തുടരുന്നവർക്ക്, എല്ലാം ആത്മമയമാണ് എന്ന് പരിശീലിക്കുന്നവർക്ക് ജീവിതത്തിൽ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല. പ്രപഞ്ചവൃക്ഷത്തിൽ മായയും വേദപഠനത്തിൽ ബ്രഹ്മവിദ്യയും ഉളവാക്കുന്ന വിവിധ അനുഭവങ്ങളാണ് രണ്ടിടത്തും വള്ളിയിലെ പൂക്കൾ. മരത്തിനെ ചുറ്റി ഒരു വള്ളിയുണ്ട്, ആ വള്ളിയിൽ ധാരാളം പൂക്കളുണ്ട് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവൃക്ഷത്തിൽ ചുറ്റിപ്പടർന്നിരിക്കുന്ന വള്ളിയാണ് മായ എന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. അല്ല, ഈ വൃക്ഷമായി പറയപ്പെട്ടിട്ടുള്ളത് വേദങ്ങളാണ്. ആ വേദ പഠനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ബ്രഹ്മവിദ്യയാണ്. ഇങ്ങനെ ഈ മായയുടെ തലത്തിലും ആത്മജ്ഞാനത്തിൻ്റെ തലത്തിലും പലതരത്തിലുള്ള സൂക്ഷ്മാനുഭവങ്ങൾ ഒരു സാധകന് അനുഭവിക്കാൻ കഴിയും. ഈ അർത്ഥങ്ങളും പദ്യത്തിന് യോജിപ്പിക്കാൻ കഴിയുമെങ്കിലും പ്രസ്തുതമായ സാധനാനുഭവ ക്രമങ്ങളുമായി ഇവയെ ബന്ധിപ്പിക്കുക പ്രയാസമാണെന്ന് കാണേണ്ടതാണ്. ഇത് ബാലകൃഷ്ണൻ സാറിൻ്റെ അഭിപ്രായമാണ്. അതായത് പ്രപഞ്ചത്തെയാണ് ഇവിടെ വൃക്ഷമായി പറഞ്ഞിരിക്കുന്നത് എന്ന അർത്ഥത്തെ അംഗീകരിച്ചാൽ സാധനാനുഭവ ക്രമങ്ങളെ ഇവയുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് ബ്രഹ്മജ്ഞാനം, വൈദിക ജ്ഞാനം വേദങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടതാണ് ബ്രഹ്മജ്ഞാനം. ആ ബ്രഹ്മജ്ഞാനം അത് നേടാനുള്ള സാധന എന്ന് മാത്രം അർത്ഥം സ്വീകരിച്ചാൽ മതി. അല്ലാതെ 6 അംഗങ്ങളും അങ്ങനെ വേദാംഗങ്ങൾ അങ്ങനെയൊന്നും ആ കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് പോകണ്ട. അനുഭവക്രമ വിശകലനം. ഇപ്പം ഏത് മാർഗത്തെ പിന്തുടർന്നാലും ഒരാൾക്ക് അനുഭവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. അനുഭവത്തിനൊരു ക്രമമുണ്ട്. ആ ക്രമങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇതെല്ലാം 9ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലുള്ളതാണ്. അതിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം, വ്യാഖ്യാനം ആവശ്യമായി വരുന്ന ഭാഗങ്ങൾ മാത്രമേ ബാലകൃഷ്ണൻ നായർ സാറ് ഈ വ്യാഖ്യാനത്തിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അനുഭവക്രമ വിശകലനം, സത്യാന്വേഷിയുടെ ഉള്ളിൽ പ്രാണശക്തിയുടെ ആവിർഭാവവും വളർച്ചയും വിവിധങ്ങളായ അനുഭൂതി ഘട്ടങ്ങളെ വ്യക്തമാക്കുന്നവയാണ്. ഒരാൾ സത്യത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ അറിയാതെ അയാളുടെ പ്രാണൻ പവിത്രമാകും. ആ പ്രാണശക്തി ഉണർത്തപ്പെടും. അത് ക്രമേണ
ശുദ്ധമായി തീരും. ആ സന്ദർഭങ്ങളിൽ ഓരോരോ വിചിത്രങ്ങളായ അനുഭവങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കും. ഈ അനുഭൂതി ദശകളെല്ലാം ജീവാത്മാവിൻ്റെ വികാസ ദശകളായി മാത്രമേ കണക്കാക്കാവൂ. ഇതൊക്കെ ആത്മാനുഭവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് എന്ന് കരുതരുത്. ഒരു ജീവൻ ക്രമേണ പാകപ്പെടുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ജീവൻ്റെ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായി മാത്രം ഈ അനുഭൂതി ഘട്ടങ്ങളെ കണ്ടാൽ മതി. കാരണം ഇവിടെയെല്ലാം ഞാൻ എന്ന ബോധം വേർതിരിഞ്ഞു നിന്നുകൊണ്ടാണ് അനുഭൂതിയെ ആസ്വദിക്കുന്നത്. അനുഭവത്തിലാണ് പല ഘട്ടങ്ങൾ. പക്ഷേ ആ അനുഭവങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്നത് ഞാൻ എന്ന ജീവഭാവമാണ്. അതുകൊണ്ട് ബോധമാണ് എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്നത്. ബോധത്തിന് വികാസമില്ല. അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വ്യാപകമായ തത്വമാണ്. ജീവാത്മാവിൻ്റെ വികാസ ദശയുടെ പാരമ്യമാണ് ഗുരുദേവൻ 13-ാം ശ്ലോകത്തിൽ പ്രസ്താവിക്കുന്ന കേവലത്തിൻ മഹിമ. അത് നമ്മളിനി വായിക്കത്തേ ഉള്ളൂ, 13-ാമത്തെ ശ്ലോകം. അതിൽ കേവലത്തിൻ മഹിമ എന്ന് പറയുന്നത് ഈ ജീവൻ്റെ വികാസ ദശയുടെ പാരമ്യമാണ്, അന്തിമഘട്ടമാണ്. ഞാൻ എന്ന അഹംബോധമാണ് കേവലം. കേവലം എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഇംഗ്ലീഷിൽ അബ്സല്യൂട്ട് എന്നർത്ഥം പറയാം. അതായത് ശുദ്ധമായത്, കലർപ്പില്ലാത്തത്, മായം ചേരാത്തത്, അങ്ങേയറ്റം പരിശുദ്ധം, അത് മാത്രമായി നിൽക്കുന്നത്, അതിനെയാണ് കേവലം എന്ന് പറയുന്നത്. ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട ഞാൻ ബോധത്തെയാണ് കേവലം എന്ന് പറയുന്നത്. അതിൻ്റെ വികാസത്തിൻ്റെ പരമകാഷ്ഠയാണ് കേവലത്തിൻ മഹിമ. കേവലത്തിൻ്റെ മഹിമ എന്ന് പറഞ്ഞാൽ ആ ഞാൻ ബോധം അത്യന്തം പവിത്രവും സൂക്ഷ്മവുമായി തീരുന്നു. അങ്ങനെ ആ സൂക്ഷ്മതയുടെ അല്ലെങ്കിൽ പവിത്രതയുടെ പരമകാഷ്ഠയാണ് കേവലത്തിൻ മഹിമ എന്ന് 13-ാം ശ്ലോകത്തിൽ പറയുന്നത്. പ്രാണശരീരിയായി നിന്നുകൊണ്ട് അഹംബോധം എല്ലാം താൻ തന്നെയാണെന്ന് ഉത്കടമായി അനുഭവിക്കുന്ന സാക്ഷാത്കാര ദശയാണിത്. പ്രാണസാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരത്തിന് മുമ്പുള്ള ഘട്ടമാണ് പ്രാണസാക്ഷാത്കാരം. എല്ലാം പ്രാണമയമാണ് എന്നാണ് സാധകൻ ആ ഘട്ടത്തിൽ അനുഭവിക്കുന്നത്. എല്ലാം പ്രാണനാണ്. ഈ പ്രാണനാകട്ടെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. പ്രാണൻ ജീവശരീരങ്ങളിൽ മാത്രമല്ല, പ്രാണന്റെ കട്ടിപിടിച്ച രൂപമാണ് ജഡപദാർത്ഥങ്ങൾ. കല്ലും മണ്ണും ഒക്കെ ജഡങ്ങൾ, അചേതനങ്ങൾ എന്ന് നമ്മൾ പറയുന്നില്ലേ, അതൊക്കെ പ്രാണന്റെ ഘനീഭവിച്ച രൂപങ്ങളാണ്. താൻ പ്രാണനാണ് എന്ന് സാക്ഷാത്കരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാം താനാണ്. ഈ പ്രപഞ്ചമായി പ്രകടമാകുന്നത് വാസ്തവത്തിൽ താനാണ്, അല്ലെങ്കിൽ താനാകുന്ന പ്രാണനാണ് എന്നാണ് ആദ്യം സാക്ഷാത്കരിക്കുക. ആ പ്രാണൻ സ്പന്ദനാത്മകമാണ്, സ്പന്ദിച്ചു മറയുന്നതാണ് പ്രാണൻ. ഈ പ്രാണൻ ഏത് തലത്തിൽ നിന്നാണോ സ്പന്ദിക്കുന്നത് ആ തലത്തെയാണ് ബോധതലം അല്ലെങ്കിൽ ആത്മതലം എന്ന് പറയുന്നത്. ബോധത്തിൽ സ്പന്ദനം യഥാർത്ഥത്തിൽ സാധ്യമല്ല. ബോധത്തിലെ വെറും ഭ്രമം മാത്രമാണ് ചലനം അഥവാ സ്പന്ദനം. അതായത് പ്രാണൻ പോലും ആത്മാവിലെ വെറും ഭ്രമമാണ്. കാരണം പ്രാണൻ സ്പന്ദന രൂപത്തിലുള്ളതാണ്. ഓരോ സ്പന്ദനവും ജനിച്ച് മരിക്കുന്നതാണ്. ആത്മാവിന് ജനന മരണങ്ങളില്ല. അതുകൊണ്ട് പ്രാണൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം ബോധത്തിലെ വെറും ഭ്രമമാണ്, മായയാണ്. എന്നാലും ഈ പ്രാണതലത്തിൽ എത്തിയതിന് ശേഷം മാത്രമേ ഒരാൾക്ക് നിശ്ചലമായ ആത്മതലത്തിൽ ചെന്നെത്താൻ പറ്റൂ. സാഖ്യതത്വജ്ഞാനികൾ ഈ സാക്ഷാത്കാര ദശയെ മഹത്തത്വമെന്നും കഠോപനിഷത്ത് മഹാൻ ആത്മാ എന്നും വിളിക്കുന്നു. ഈ ഓരോ ദർശനത്തിലും അല്ലെങ്കിൽ ഉപനിഷത്തിൻ്റെ ഓരോ വിഭാഗവും ഈ പ്രാണസാക്ഷാത്കാര ദശയെ ഓരോരോ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. സാഖ്യദർശനം, കപില മഹർഷിയുടെ സാഖ്യദർശനം, അദ്ദേഹമാണ് ആ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്.
ആ സാഖ്യ സിദ്ധാന്തത്തിൽ മഹത്തത്വം എന്നാണ് ഈ പ്രാണസാക്ഷാത്കാര ദശയെ വിളിക്കുന്നത്. കഠോപനിഷത്ത് മഹാൻ ആത്മാ എന്നാണ് ഈ പ്രാണനെ വിളിക്കുന്നത്. ആത്മാവ്, ബ്രഹ്മം, ബോധം എന്ന് പറയുന്നത് പ്രാണന്റെയും അപ്പുറത്തുള്ളതാണെങ്കിലും മഹാൻ ആത്മാ എന്നതുകൊണ്ട് കഠോപനിഷത്ത് ഉദ്ദേശിക്കുന്നത് ഈ വിശ്വവ്യാപിയായ പ്രാണനെയാണ്. സത്വബുദ്ധി, പ്രജാപതി എന്നൊക്കെ മറ്റു പലയിടങ്ങളിലും ഈ സാക്ഷാത്കാര ദശയ്ക്ക് പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. പല പേരുകളിലാണ് ഈ പ്രാണസാക്ഷാത്കാര ദശ അറിയപ്പെടുന്നത്. സത്വബുദ്ധി എന്നതിനെ പറയും. പ്രജാപതി അഥവാ ബ്രഹ്മദേവൻ, സൃഷ്ടികർത്താവ്. ഈ വാക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് വിശ്വവ്യാപകമായ പ്രാണനെയാണ്. 13-ാം ശ്ലോകത്തിലെ കേവലത്തിൽ മഹിമ എന്നിടത്തെ മഹിമാ ശബ്ദം സാഖ്യന്മാരുടെയും ഉപനിഷത്തിൻ്റെയും നാമകരണത്തെ അനുസ്മരിപ്പിക്കുന്നു. കേവലത്തിൽ മഹിമ എന്നുള്ള ആ വാചകത്തിൽ മഹിമ എന്ന വാക്ക് സാഖ്യന്മാരുടെയും ഉപനിഷത്തിൻ്റെയും നാമകരണത്തെ അനുസ്മരിപ്പിക്കുന്നു. പ്രാണനെ തന്നെയാണ് ഈ മഹിമ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ആത്മാവിൻ്റെ ഒരു ശക്തി വിശേഷം, അതാണ് പ്രാണൻ. അപ്പോൾ കേവലത്തിൽ മഹിമ എന്ന് പറഞ്ഞാൽ അത് പ്രാണസാക്ഷാത്കാരം തന്നെയാണ്. സൃഷ്ടിക്കായി പ്രകൃതി അംഗീകരിക്കുന്ന പുരുഷനിലെ വ്യക്തമായ ആദ്യ വിവർത്തമാണ് കേവലത്തിൽ മഹിമ. സൃഷ്ടിക്ക് വേണ്ടി ശാസ്ത്രങ്ങൾ അംഗീകരിക്കുന്നത് പ്രകൃതിയെയാണ്. സാഖ്യ സിദ്ധാന്തത്തിൽ പ്രകൃതി, പുരുഷൻ എന്ന രണ്ട് അടിസ്ഥാന ആശയങ്ങളാണുള്ളത്. പ്രകൃതിയും പുരുഷനും രണ്ടും അനാദിയാണ് എന്നാണ്. അദ്വൈത വേദാന്തത്തിൽ പ്രകൃതി, പുരുഷൻ എന്ന രണ്ട് ഇല്ല. പുരുഷന്റെ ശക്തി തന്നെയാണ് പ്രകൃതി. എന്നാലേ അദ്വൈതം ശരിയാകും. രണ്ടിനെ അംഗീകരിച്ചാൽ അത് ദ്വൈതമായി പോകും. അതുകൊണ്ട് പ്രകൃതി, പുരുഷൻ എന്ന രണ്ട് തത്വത്തെ സാഖ്യന്മാർ അംഗീകരിക്കുന്നത് പോലെ അദ്വൈത വേദാന്തികൾ അംഗീകരിക്കുന്നില്ല. അവർ പ്രകൃതിയെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഈ പ്രകൃതി പുരുഷന്റെ തന്നെ ഒരു ശക്തി വിശേഷമാണ്. പ്രകൃതിയും പുരുഷനും വേറെ വേറെയല്ല എന്ന സിദ്ധാന്തമാണ് അദ്വൈതികളുടേത്. അപ്പോൾ സൃഷ്ടിയെ വർണ്ണിക്കാനാണ് ഈ പ്രകൃതിയെ അംഗീകരിക്കുന്നത്. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ സാധാരണ പ്രകൃതിയിലാണ് ജീവജാലങ്ങൾ രൂപപ്പെടുന്നത്, നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പ്രകൃതി എന്നൊക്കെ പറയുന്നത്. ആ പ്രകൃതിയല്ല. പ്രകൃതി എന്ന വാക്ക് നമ്മുടെ ശാസ്ത്രങ്ങളിൽ മായ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പ്രകൃതിയും പുരുഷനും എന്ന് പറഞ്ഞാൽ മായയും ബ്രഹ്മവും എന്നാണ് അർത്ഥം. ഇപ്പോൾ സൃഷ്ടിക്ക് വേണ്ടിയാണ് മായയെ അഥവാ പ്രകൃതിയെ അംഗീകരിക്കുന്നത്. ആ പ്രകൃതി പുരുഷനിലെ ആദ്യ വിവർത്തമാണ്. വിവർത്തം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രകടനം എന്നർത്ഥം. എല്ലാം ആത്മാവിലെ വിവർത്തങ്ങളാണ്. മായയാണ് ബ്രഹ്മത്തിൽ നിന്ന് ആദ്യമായി പ്രകടമാകുന്നത്. ഈ മായയാണ് നാമരൂപങ്ങളുടെ സൃഷ്ടിക്ക് മൂലകാരണം. ആദ്യം മായാശക്തി, അതിനെ തുടർന്നാണ് നാമരൂപ സൃഷ്ടി. അതുകൊണ്ട് തന്നെ ഈ മഹാൻ ആത്മാവും സൃഷ്ടി മണ്ഡലത്തിനുള്ളിൽ നിൽക്കുന്ന പ്രതിഭാസമാണെന്ന് വന്നുകൂടുന്നു. മഹാൻ ആത്മാവ് എന്നതുകൊണ്ട് വിശ്വപ്രാണനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രാണൻ മായയുടെ ആദ്യത്തെ പ്രകടനമാണ്. ഈ വിശ്വപ്രാണന്റെ കൊച്ചു കൊച്ചംശങ്ങളാണ് വ്യക്തി ശരീരത്തിൽ പ്രാണനായി തുടിച്ചുകൊണ്ടിരിക്കുന്നത്, സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജീവശരീരത്തിലും ജീവന്റെ സ്പന്ദനം നമുക്ക് കാണാൻ കഴിയും. അത് വിശ്വപ്രാണന്റെ ചെറിയ അംശമാണ്. വിശ്വപ്രാണൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ തന്നെ രൂപപ്പെടുത്തിയ ആത്മാവിൻ്റെ ശക്തിയാണ്. ആ മഹാശക്തിയുടെ ചെറിയ ചെറിയ അംശങ്ങളാണ് ജീവന്മാരിൽ കാണപ്പെടുന്നത്.
ഈ വിശ്വപ്രാണനാണ് താൻ എന്നാണ് ഒരാൾ ആദ്യം സാക്ഷാത്കരിക്കുന്നത്. അവിടെ തന്നെ അയാൾക്ക് പ്രപഞ്ചം എൻ്റെ തന്നെ സ്വരൂപമാണ് എന്ന് സാക്ഷാത്കരിക്കാൻ കഴിയും. അതിൻ്റെ അപ്പുറത്തുള്ള ഘട്ടമാണ് ഞാൻ ആത്മാവാണ് എന്നുള്ളത്. ആ ആത്മാവിൽ ചലനം സാധ്യമല്ല. അതായത് അവിടെ മായയുടെ പ്രസക്തി പോലും നഷ്ടമാവും. ബ്രഹ്മം മാത്രമായി, സ്വയം അത് മാത്രമായി നിൽക്കുന്ന അവസ്ഥയാണ്. അതാണ് ആത്മസാക്ഷാത്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അനുഭൂതി ദശയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാണസാക്ഷാത്കാര ദശയിൽ സർവപ്രപഞ്ചവും താനാണെന്ന് അനുഭവിച്ചു നിൽക്കുന്ന പ്രാണശരീരിയായ അഹത്തിൻ്റെ മഹിമയെയും നിരോധിച്ചാൽ മാത്രമേ ഉപാധിരഹിതമായ സദസത് പ്രതീതിയറ്റ അദ്വയ ആത്മതത്വം പ്രകാശിക്കുകയുള്ളൂ. ഈ പ്രാണസാക്ഷാത്കാരം കൊണ്ടും നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റില്ല. അല്ലെങ്കിൽ പ്രാണസാക്ഷാത്കാരം തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയാൻ പറ്റില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിന് മുമ്പുള്ള ദശയാണ് പ്രാണസാക്ഷാത്കാരം. ആ പ്രാണന് സാക്ഷാത്കരിച്ചാൽ തന്നെ ഞാൻ പ്രാണനാണ്, വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന പ്രാണനാണ്, എൻ്റെ ഒരു പ്രകടനമാണ് ഈ പ്രപഞ്ചം എന്നറിയാൻ കഴിയും. പക്ഷേ അതിനെയും നിരോധിക്കണം. കാരണം പ്രപഞ്ചം തന്നെ മിഥ്യയാണ് എന്ന് സാക്ഷാത്കരിക്കുന്നതാണ് ആത്മസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അഹത്തിൻ്റെ മഹിമ എന്ന് പറഞ്ഞാൽ ഞാൻ സർവവ്യാപിയായ പ്രാണനാണ് എന്ന അനുഭവത്തെയും നിരോധിച്ച് അതിൻ്റെയും അപ്പുറത്ത് കടന്നാൽ മാത്രമേ ഉപാധികളൊന്നുമില്ലാത്ത സത്ത് അസത്ത് എന്ന ഭേദം പോലും ഇല്ലാത്ത, സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത്, അസത്ത് ഇല്ലാത്തത്, ഉണ്മയുടെയും ഇല്ലായ്മയുടെയും അനുഭവത്തെ കടന്നു നിൽക്കുന്നു ആത്മാനുഭവം എന്ന് പറഞ്ഞാൽ ഉള്ളതായും ഇല്ലാത്തതായും പ്രകടമാകുന്നത് അതാണ്. അതല്ലാതെ മറ്റൊന്നുമില്ല. അതിൻ്റെ പ്രകടനങ്ങളാണ് ഭാവവും അഭാവവും, സത്തും അസത്തും എന്ന് സാക്ഷാത്കരിച്ചാൽ അതാണ് ആത്മസാക്ഷാത്കാരം. അതാണ് സദസതി പ്രതിപത്തിയറ്റ അദ്വയമായ ആത്മതത്വം. ഈ പ്രാണസാക്ഷാത്കാരത്തിനും അപ്പുറത്ത് ചെന്നാലേ അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയും. ഇതിനെ തന്നെയാണ് ആത്മോപദേശ ശതകത്തിലെ 100ാമത്തെ ശ്ലോകത്തിൽ, അതായത് അവസാനത്തെ ശ്ലോകത്തിലും പറയുന്നത്. സദസതി പ്രതിപത്തിയറ്റ് സത്തോം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. സത്ത് അസത്ത് എന്നുള്ള ഭേദമില്ലാതെ നമുക്ക് വേണമെങ്കിൽ അതിനെ ജഡം ബോധം എന്ന വേർതിരിവായിട്ട് കരുതാം. സത്ത് ആത്മാവ് നശിക്കാത്തത്, അസത്ത് ആത്മാവിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ജഡം. അപ്പൊ ചിത്ത ജഡം എന്നുള്ള ഭേദം പോലും അറ്റുപോകുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആത്മസാക്ഷാത്കാരം. ആ സത്ത് അസത്ത് എന്നുള്ള പ്രതീതി, ആ തോന്നൽ പോലും നഷ്ടമായി സത്തോ, സത്ത് മാത്രമേ ഉള്ളൂ, ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഓം എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതാണ് ഈ ബ്രഹ്മതത്വം. അത് മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ. ഈ പ്രാണൻ അല്ലെങ്കിൽ പ്രാണന്റെ കട്ടിപിടിച്ച രൂപമായ ജഡം പോലും സത്യമല്ല. ശുദ്ധ ചിത്ത് മാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ നിലവിലുള്ളൂ എന്ന അനുഭവമാണ് ഒരു വ്യക്തി അന്തിമമായി നേടേണ്ടത്. സദസത് ഇതി പ്രതിപത്തിയറ്റ് ഓം, ഓം എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന ഉറപ്പിൽ, ആ ഒരു നിശ്ചയത്തിൽ, ആ തീരുമാനത്തിൽ ജീവഭാവം ഒടുങ്ങുകയാണ് വേണ്ടത്. സത്തോം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. ഞാനെന്ന ജീവഭാവം പോലും അവിടെ സ്ഫുരിക്കരുത്. ഞാൻ പോലും ഈ ആത്മാവിൻ്റെ ഒരു പ്രകടനമാണ്, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന സാക്ഷാത്കാര ദശയിലാണ് ഒരു സാധകൻ അന്തിമമായി എത്തിച്ചേരേണ്ടത്. അപ്പോൾ
അതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെയും നൽകുന്നത്. സദസത് പ്രതീതിയറ്റ അദ്വയ ആത്മതത്വം അപ്പോൾ മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. പ്രാണന്റെ തലത്തെയും അതിക്രമിക്കണം. പ്രാണന്റെ തലത്തിൽ തന്നെ നമുക്ക് എല്ലാം ഞാനാണ് എന്ന അനുഭവം സിദ്ധിക്കും. പക്ഷേ ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്ന അനുഭവം അവിടെ ഉണ്ടാവില്ല. കാരണം അവിടെ ആത്മാവ് അനുഭവപ്പെടുന്നില്ല, പ്രാണൻ മാത്രമേ അവിടെ അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. പ്രാണസാക്ഷാത്കാരം എല്ലാം പ്രാണന്റെ പ്രകടനങ്ങളാണ്. ഞാൻ ഈ വിശ്വപ്രാണനാണ് എന്നാണ് അവിടെ ഒരാൾ അനുഭവിക്കുന്നത്. അത് ആത്മസാക്ഷാത്കാരമല്ല. ശുദ്ധചിത്തിനെ പ്രാണനിൽ നിന്ന് ഭിന്നമായി അറിയണം. അപ്പോൾ മാത്രമേ അത് ആത്മസാക്ഷാത്കാരമാവുകയുള്ളൂ. അതുകൊണ്ടാണ് 13-ാം ശ്ലോകത്തിൽ കേവലത്തിൽ മഹിമയേറ്റ് മഹസ്സിലാണിടേണം എന്ന് ഗുരുദേവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇനി വരാൻ പോകുന്ന ശ്ലോകമാണ് 13-ാമത്തെ ശ്ലോകം. ജീവാത്മാവിൻ്റെ ഈ വികാസ പരിണാമം പൂർണ്ണമായും മനസ്സിലാകണമെങ്കിൽ ജീവാത്മാവിൻ്റെ സ്വരൂപം എന്താണെന്നും തുടക്കം എവിടെയാണെന്നും ധരിക്കേണ്ടിയിരിക്കുന്നു. ഈ ജീവൻ വികസിക്കുന്നു. വികസിച്ച് അത് എല്ലാം പ്രാണനാണ്, ഞാൻ വിശ്വപ്രാണനാണ് എന്ന തലത്തിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾ എങ്ങനെയാണ് ഈ പ്രാണസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരുക എന്ന് ചോദിച്ചാൽ, ജീവൻ്റെ ഈ വികസന പ്രക്രിയ ഇത് വേണ്ടവണ്ണം മനസ്സിലാകണമെങ്കിൽ ജീവാത്മാവിൻ്റെ സ്വരൂപം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം.